ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 297 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നിൽ എന്നും അധിവസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നിൽ എന്നും അധിവസിക്ക. ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ വരവിനെ പറ്റി ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ കഴിഞ്ഞ 40 ദിവസങ്ങളെ വടക്കേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ബീഹാറിലും അതുപോലെ യുപിയിലും കർത്താവിന്റെ പേരുള്ള ബന്ധത്തിലെ പല ഗ്രാമസ്ഥലങ്ങളിലായതിനാല് എനിക്ക് ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നതിനാല് ചില നീണ്ട നാളുകളെ എനിക്ക് ചെയ്യാൻ കഴിയാതായി പോയി. ഞാൻ വടക്കേന്ത്യയിലെ പല പ്രദേശങ്ങളിൽ കർത്താവിന്റെ പേരുള്ള ബന്ധത്തിൽ കടന്നുപോയി. സ്നാനങ്ങളൊക്കെ നടത്തുവാനായിട്ട് ദൈവം എനിക്ക് കൃപ നൽകി. എന്നാൽ അവിടെയുള്ള ജനത്തെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വല്ലാത്ത ഒരു തകർച്ചയുണ്ടായി. കാരണം ദൈവത്തെ അറിയാത്തവരായി കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വേറൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അനേക ദൈവദാസന്മാരെ അവിടെ പോയി പ്രവർത്തിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം 2 വിഷയമാണ്. ഒന്ന്, അവർ ഭയത്തോടു കൂടിയാണ് ആരാധന നടത്തുന്നത്. ഏതു സമയവും അറസ്റ്റ് വരത്തക്കവണ്ണമുള്ള അവസ്ഥ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാരണമില്ലെങ്കിലും പിടിച്ചുകൊണ്ടുപോയി ജയിലിടത്തക്കവണ്ണം അങ്ങനത്തെ ഒരു കാര്യം. 2, സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടി. ഒരു മുറിയും ഒരു അടുക്കളയും എന്ന് വേണ്ട, അത് ശാശ്വതമല്ല, പലപ്പോഴും മാറി മാറി പോകണം. അങ്ങനെ 100 കണക്കിന് ദൈവദാസന്മാരുടെ അവസ്ഥ കാണുവാനിടയായി തീർന്നു. എനിക്ക് ഈ കൂട്ടത്തിലൊരു കാര്യം കൂടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലോക്കൽ സഭയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയിട്ടുള്ളവരെ, നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ചെറിയ സഭയാണേലും വലിയ സഭയാണേലും എല്ലാ മാസവും ചെറിയൊരു സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കണം. കാലം അധികം മുൻപിലില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ ലോക്കൽ സഭയിൽ നിന്ന് പോയിട്ടുള്ള ദൈവദാസന്മാരെ ഓർക്കണം, മാനിക്കണം. ഇല്ല എങ്കില് ആ കണക്ക് നമ്മുടെ ലോക്കൽ സഭയോട് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാരംഭമായിട്ട് പറയുന്നത്. ഞാനിപ്പോൾ എടുക്കുന്ന വിഷയം ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. പഴയ നിയമത്തിലെ ദൈവദാസന്മാർ കർത്താവിന്റെ മടങ്ങി വരവിനെ പറ്റി പറഞ്ഞത് ഓരോന്നായി പറയാൻ താല്പര്യപ്പെടുന്നു. കർത്താവിന്റെ വരവിനെ പറ്റി പറഞ്ഞ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ഹാനോക്കാണ്. ഹാനോക്കിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആദാം മുതൽ 7ാം തലമുറക്കാരനായിരുന്നു ഹാനോക്ക്. അതൊക്കെ വളരെ കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 1 തലമുറ നോക്കാം നമുക്ക്. 1 ആദാം, 2ാമത്തെ തലമുറ ശേത്ത്, 3ാമത്തേത് ഏനേസ്, 4ാമത്തേത് കേനാൻ, 5ാമത്തേത് മഹലീൽ, 6ാമത് യാരദ്, 7 ഹാനോക്ക്. യൂദ പറഞ്ഞു ആദാം മുതൽ 7ാമനായ ഹാനോക്ക് എന്ത് കറക്റ്റില്ല ഉൽപ്പത്തി പറഞ്ഞിരിക്കുന്നത്. ഈ 7ാം തലമുറക്കാരനായിരിക്കുന്ന ഹാനോക്ക് ജീവിക്കുമ്പോൾ എത്രായിരം ജനങ്ങൾ ഉണ്ടെന്നറിയില്ല. ആ ജനങ്ങളോട് മുഴുവൻ തനിക്കൊരു പ്രസംഗമേ ഉള്ളായിരുന്നു. കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ വന്നു എന്നല്ല, താൻ തയ്യാറെടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. താൻ 300 വർഷം എടുത്തു. 300 വർഷം കൊണ്ട്
അവിടെയുള്ള സകല ജനങ്ങളും അറിഞ്ഞു കർത്താവ് വരുമെന്ന്. ഈ കർത്താവ് വരുമെന്ന് പറയുന്നത് ജനത്തിന് കേൾക്കാൻ അത്ര സുഖമല്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. കാരണം ഇവിടുത്തെ വിശ്വാസികൾക്ക് എല്ലാവർക്കും കർത്താവ് വരണമെന്നുള്ള ആഗ്രഹം ഈ തലമുറയിൽ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം ഞങ്ങൾ കുറച്ചാളൊക്കെ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയും കൂടെയാണ്. താൻ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് കർത്താവിന്റെ വരവിനെ പറ്റി പറയുമ്പോൾ അവിടെ സംഭവിച്ച കാര്യം യൂദാ ഒരു ലേഖനം എഴുതിയുള്ളൂ. ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നോക്കിക്കോണം. കർത്താവ് വരുമെന്ന് പറഞ്ഞപ്പോഴത്തെ നിഷ്ഠൂരങ്ങൾ എന്ന് പറഞ്ഞാൽ ഉപദ്രവങ്ങളൊക്കെ ഏറ്റി കാണും. നിമിത്തം ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാൻ അടുത്ത എടുത്ത് പറഞ്ഞിരിക്കുന്നത് 1000 വിശുദ്ധന്മാരുമായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അടുത്തന്നെ. ഇതൊന്നും അവർക്ക് രസിച്ചില്ല. അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യല്ല ഹാനോക്കിന്റെ കാര്യം. ഹാനോക്ക് തന്റെ ദൗത്യം നിറവേറ്റുക, പ്രതികരണമൊന്നും താന് ചിന്തിച്ചില്ല, അതിന് വില കൊടുത്തില്ല. ഒരുപാട് പ്രശ്നങ്ങൾ തൻ്റെ കൂടെ ദൈവത്തോടു കൂടെ ആയിരുന്നു. 300 വർഷം ദൈവത്തോടു കൂടെ നടന്നെങ്കിലും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഹാനോക്കിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ദൈവം ഒന്നും പറഞ്ഞില്ല. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 വർഷം കൊണ്ട് അന്നത്തെ തലമുറയോട് മുഴുവനോടും പറഞ്ഞാൽ സകലരോടും ആബാലവൃദ്ധം ജനങ്ങളോട് കർത്താവിന്റെ വരവിനെ പറ്റി താനെ പറഞ്ഞു. ഇനി ഒരുവൻ പോലും ശേഷിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഹാനോക്കേ പോരെ, നീ എവിടുത്തെ പറ്റി ആരെ പറ്റി എന്തെല്ലാം പറഞ്ഞുവോ നീ എന്റെ വീട്ടിലേക്ക് പോരാൻ പറഞ്ഞു. അവിടെ പറയുന്നത് ദൈവം ഹാനോക്കിനെ എടുത്തുകൊണ്ടതിനാൽ പിന്നെ ആരും ഹാനോക്കിനെ കണ്ടില്ലാതാനും. ഇദ്ദേഹത്തെനിക്കൊരു വിലപ്പെട്ട സന്ദേശം പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ എവിടെ നോക്കിയാലും പരസ്യമാണെന്ന്, ഏത് മുക്കിലും മൂലയിലും. ഇനി ട്രെയിനകത്ത് പരസ്യം നടത്തുന്ന ആളുകളുണ്ട്, വടക്കേണ്ടിയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ പരസ്യം നടക്കുന്നുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരസ്യം നടക്കുന്നുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയുന്നു, ഇന്ന് നമ്മുടെ കൈവശമിരിക്കുന്ന മൊബൈൽ ഫോൺ മുതൽ സകല ആധുനിക ഉപകരണങ്ങൾ, വാർത്താവിനിമയങ്ങൾ, TV എന്ന് വേണ്ട എല്ലാ യേശുവിന്റെ വരവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇത് സകല ഗ്രാമത്തിലുള്ളവരും കേൾക്കുന്നു, വനത്തിലുള്ളവർ അറിയുന്നു, പട്ടണത്തിലുള്ളവർ അറിയുന്നു. ജനമെല്ലാം അറിയാറായി, അധികമില്ല. എന്റെ അഭിപ്രായത്തിൽ 90% ഇപ്പോഴത്തെ ജനങ്ങൾ യേശുവിന്റെ വരവിനെ പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ചു ശതമാനം കൂടെ മാത്രമേ ഉള്ളൂ. ഭൂലോകത്തിലെല്ലാവരും സുവിശേഷം അറിയിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് അതോടുകൂടെ യുഗത്തിന്റെ അവസാനമായിരിക്കും. അപ്പോൾ കേൾക്കാം കർത്താവിന്റെ ഗംഭീരനാദവും പ്രധാന ഒരു ശബ്ദവും, ദൈവത്തിന്റെ കാഹളം കേൾക്കും. മരിച്ചുപോയ സകല വിശുദ്ധന്മാരും രൂപാന്തരപ്പെടും. നാം ഒരുമിച്ച് ആകാശ മണ്ഡലങ്ങളിൽ എടുക്കപ്പെടാറായി. ലോകം മുഴുവൻ സുവിശേഷം അറിയാറായി, തീരാറായി. സഹോദരങ്ങളെ, നിങ്ങൾ പോകുവാൻ തയ്യാറാകുക. നമ്മുടെ കർത്താവ് വരാറായി. ഭാരതത്തിൽ വലിയ ഉണർവ് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് യേശുവിന് വരേണ്ടി ഒരുങ്ങാം. കാഹളം കേൾക്കാറായി, പോകുവാൻ തയ്യാറാകുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.